പ്രിയമുള്ളവരെ, വചനജ്വാല 1780 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 16 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 35 മുതൽ 49 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിര് പോലെയായി. അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ഇതായിരുന്നു സ്വപ്നം. ഞങ്ങൾ ഇതിന്റെ വ്യാഖ്യാനവും നിന്നോട് പറയാം. രാജാവേ, രാജാതിരാജനായ നിനക്ക് സ്വർഗസ്ഥനായ ദൈവം അധികാരവും ശക്തിയും മഹത്വവും നൽകി. എല്ലായിടത്തുള്ള മനുഷ്യ മക്കളെയും വന്യമൃഗങ്ങളെയും ആകാശ പറവകളെയും അടക്കി ഭരിക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു. സ്വർണം കൊണ്ടുള്ള തല നീ തന്നെ. നിനക്കു ശേഷം നിന്റേതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യം ഉണ്ടാകും. മൂന്നാമതാകട്ടെ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്ന ഓടുകൊണ്ടുള്ള സാമ്രാജ്യവും. നാലാമത് ഇരുമ്പ് പോലെ ശക്തിയുള്ള രാജ്യമാണ്. ഇരുമ്പ് എല്ലാ വസ്തുക്കളെയും തകർന്ന് തരിപ്പണമാക്കുന്നു. ഞെരിച്ചു തകർക്കുന്ന ഇരുമ്പ് പോലെ അത് എല്ലാറ്റിനെയും തകർത്ത് ഞെരിക്കും. നീ കണ്ട പാദങ്ങളും വിരലുകളും ഭാഗികമായി കുശവന്റെ കളിമണ്ണും ഭാഗികമായി ഇരുമ്പും കൊണ്ടായിരുന്നത് പോലെ അതൊരു വിഭക്ത രാജ്യമായിരിക്കും. എന്നാൽ ഉടഞ്ഞു പോകുന്ന കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടിരുന്നതായി നീ ദർശിച്ച പോലെ ഇരുമ്പിന്റെ ഉറപ്പ് അതിന് ഭാഗികമായി ഉണ്ടായിരിക്കും. വിരലുകൾ ഭാഗികമായി ഇരുമ്പും കളിമണ്ണും ആയിരുന്നത് പോലെ രാജ്യവും ഭാഗികമായി ശക്തവും ഭാഗികമായി ദുർബലവും ആയിരിക്കും. ഉറപ്പില്ലാത്ത കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടതായി നീ കണ്ടതുപോലെ അവർ വിവാഹത്തിൽ പരസ്പരം ഇടകലരും. പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെ അവരും തമ്മിൽ ചേരുകയില്ല. ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ എല്ലാം തകർത്ത് ഇല്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും. മലമുകളിൽ നിന്ന് ആരും തൊടാതെ കല്ല് അടർന്നു വരുന്നതും ഇരുമ്പും ഓടും കളിമണ്ണും വെള്ളിയും സ്വർണവും ഇടിച്ചു പൊടിയാക്കുന്നതും നീ ദർശിച്ചതുപോലെ തന്നെ ഉന്നതനായ ദൈവമാണ് ഭാവി കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നം തീർച്ചയായും ഇതുതന്നെ, വ്യാഖ്യാനത്തിനും മാറ്റമില്ല. അപ്പോൾ നബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ വന്ദിച്ചു. കാഴ്ചയും ധൂപവും അവന് വേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവരുമാണ്. എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു. രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും
ദാനിയേലിന് കൊടുത്തു. അവനെ ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവും ബാബിലോണിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനുമായി നിയമിക്കുകയും ചെയ്തു. ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ എന്നിവരെ ദാനിയേലിന്റെ അപേക്ഷയനുസരിച്ച് അവൻ ബാബിലോൺ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു. ദാനിയേൽ രാജകൊട്ടാരത്തിൽ വസിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിൽ കർമ്മല മാതാവിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. എല്ലാ രൂപതകളിലും ആഘോഷിക്കുന്ന ദൈവമാതാവിന്റെ തിരുനാളാണിത്. പാലസ്തീനായിലെ കർമ്മല മലയിൽ ആരംഭിച്ച കർമ്മലീത്ത സഭ കുരിശു യുദ്ധകാലത്ത് യൂറോപ്പിൽ പരന്നു. സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്ട്രോക്ക് കാർമലിലെ സുന്ദര കുസുമമേ തുടങ്ങിയ പ്രാർത്ഥനകൾ എന്നും ചൊല്ലുമായിരുന്നു. 1251 ജൂലൈ 16 അർദ്ധരാത്രി സൈമൺ സ്ട്രോക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെടുകയും കർമ്മലോത്തിരിയം നൽകി. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം യൂറോപ്പ് മാത്രമല്ല ലോകം മുഴുവനും പരക്കുകയും എല്ലാ മരിയ ഭക്തരും ഉത്തരീയം ധരിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. 1322 മാതാവ് 22-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഓരോ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലത്തിൽ ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചവരും വ്യവസ്ഥകൾ പാലിച്ചവരെയും ഉയർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രത്യേകമായി ഉത്തരീയ മാതാവിനോട് മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർമ്മല മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു.